بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ഉസ്താദ് CP ബാപ്പു മുസ്ലിയാർ അവർകളെ, ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മെ അഭിസംബോധനം ചെയ്ത ഷേഖുന CKM സാദിഖ് ഉസ്താദ് അവർകളെ, മഹത്തായ പരിപാടിക്ക് വളരെ ഔചിത്യത്തോടുകൂടെ സ്വാഗതം ആശംസിച്ച KC ഉസ്താദ്, ദുആക്ക് നേതൃത്വം നൽകാൻ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇമ്പിച്ചിക്കോയ തങ്ങൾ, ഇവിടെ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ, ഉമറാക്കളെ, സദസ്സിൽ ഒത്തുകൂടിയ പണ്ഡിതന്മാരെ, ജ്യേഷ്ഠനിജ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒത്തുകൂടൽ ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ആവും വിധം സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാനും മരണം ഖൈറാകുമ്പോൾ കെളിമ ചൊല്ലി പുഞ്ചിരിച്ച് സ്വർഗം കണ്ട റാഹത്തോടെ കണ്ണടക്കാനും നമ്മൾക്കും ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മെ മൺമറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ടവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ദർജകൾ അല്ലാഹു തആല ഉയർത്തി കൊടുക്കട്ടെ. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, ബന്ധപ്പെട്ടവർ പലരും രോഗശൈലിയിലാണ്. പടച്ച റബ്ബ് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ തണലിൽ ദീനിന് ദീർഘകാലം ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നമ്മൾക്കേവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസിലേക്കുള്ള വരവ്, ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും റബ്ബിന്റെ മാർഗത്തിൽ അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. ഇതുമായി സഹകരിച്ച, സഹായിച്ച, ഇതിനു വേണ്ടി അധ്വാനിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വിഷമല്ലെങ്കിൽ സദസ്സൊന്നും എണീറ്റാ തിരക്കിടില്ല. ബുദ്ധിമുട്ടില്ലാതെ എണീക്കരുത്. പുറത്തുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് അകത്തോട്ട് കയറിയിരിക്കുകയാണെങ്കിൽ അതൊരു സന്തോഷമാണ്, അനുഗ്രഹീതമായൊരു മജ്ലിസാണ്. അത് ഓർത്തുകൊണ്ട് പരമാവധി എല്ലാവരും അകത്തോട്ട് കയറിയിരിക്കാം. മുമ്പിൽ കസേര ഒഴിവുണ്ടെങ്കിൽ പരമാവധി മുമ്പോട്ട് കയറിയിരിക്കാനും ശ്രദ്ധിക്കുക. ഒരു 3 സ്വലാത്ത് ചൊല്ലി അവിടെ ഇരിക്കാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യട്ടെ. മഹാനായ ശൈഖുനയുടെ ദറജകൾ അല്ലാഹു തആല ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു ദൂരീകരിച്ചു തരട്ടെ. അവർ കാണിച്ച പാതയിലൂടെ അടിപതറാതെ മുന്നോട്ടു പോകാനും അച്ചടക്കത്തിന്റെ അനിവാര്യത ഉൾക്കൊണ്ട് സംഘബോധത്തിന്റെ ചലനാത്മക നിദർശനങ്ങളായി കർമ്മരംഗത്ത് ജ്വലിച്ചു നിൽക്കുവാനും അല്ലാഹു തആല ഈ പുണ്യപ്രസ്ഥാനത്തിന് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. ഇവിടെ കൂടിയ നമ്മൾക്ക് പുറമെ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള നമ്മുടെ അഭ്യുദയകാംക്ഷികളും സത്യാന്വേഷികളും ഈ അനുഗ്രഹം ആഗ്രഹിക്കുന്നവരും SKICR
ഈ പരിപാടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സംഘാടകർ ഓർമ്മപ്പെടുത്താൻ അറിയിച്ചു. അൽഹംദുലില്ലാ, ആരൊക്കെ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ സദ്വഴിയിൽ പ്രവർത്തിക്കുന്നുവോ അവർക്കെല്ലാം അള്ളാഹു അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഒരു ആമുഖത്തിന് ആവശ്യമില്ലാത്ത വിധം സ്വാഗതം മുതൽ ആശംസ പ്രസംഗം മുതൽ അഭിവന്ദരായ ശൈഖുനയുടെ ഉദ്ഘാടന പ്രസംഗം മുതൽ ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ വാക്കുകളിൽ നിന്ന് ഈ പരിപാടിയുടെ പ്രാധാന്യവും ഇതിന്റെ ധാർമ്മികമായ നമ്മുടെ ഉത്തരവാദിത്വവും ഈ പരിപാടി കൊണ്ടുള്ള ഗുണഫലങ്ങളെക്കുറിച്ചും ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നമുക്കറിയാം, ഇൽമിനെ ആദരിക്കുക, ആലിമിനെ സ്നേഹിക്കുക, മാനിക്കുക എന്നുള്ള ചരിത്രത്തിന് മനുഷ്യോൽപത്തിയോളം പഴക്കമുണ്ട്. മഹാനായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് സ്വർഗത്തിലേക്ക് അയക്കുമ്പോൾ ആ സൃഷ്ടികർമ്മത്തിന് നേതൃത്വം കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വം മലായിക്കത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ എന്തു പരിഗണിക്കണം എന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ തരുന്ന കൃത്യമായ ധാരണ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വം മലക്കുകൾക്ക് മീതെയാണ് എന്ന് മലക്കുകൾ അല്ലാഹു തആല ബോധ്യപ്പെടുത്തിയത്? അതിന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല ഇൽമ് നൽകുകയാണ് ചെയ്തത്. അല്ലാഹുവിന്റെ പ്രധാനപ്പെട്ട വിശേഷണമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇൽമ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇൽമിന്റെ അടിസ്ഥാനപരമായ കേന്ദ്രം ഖുർആൻ പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹു വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. അല്ലാഹു തആല പറയ വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിൽ ഭക്തിയോടുകൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം, ജീവിക്കണം. വയുഅല്ലിമുകുമുല്ലാഹ്, അല്ലാഹുവിന്റെ വിശേഷണമായി അല്ല പരിചയപ്പെടുത്തുന്നത് മുഅല്ലിം എന്നാണ്. മാത്രമല്ല, മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല ആ മഹത്വം കൊണ്ടാണ് ആലിം മുഅല്ലിം എന്നുള്ള പദവി കൊണ്ടാണ് ആദരിക്കുന്നത്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിവ് നൽകി ആദരിക്കുകയാണ്. മലക്കുകളോട് ഓരോ വസ്തുക്കളുടെയും നാമങ്ങളെക്കുറിച്ച് ആരായുമ്പോൾ മലക്കുകൾ കൈമലർത്തുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അറിവ് പ്രകടിപ്പിക്കുമ്പോ ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, പടച്ചവനെ ഇത്രമേൽ അറിവ് ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തന്നിട്ടില്ല, നിന്റെ അറിവല്ലാതെ, നീ പകർന്ന അറിവല്ലാതെ ഞങ്ങളടുത്ത് ഒന്നുമില്ല. അല്ലാ, നീ ജ്ഞാനം നൽകി ആദരിച്ച ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അറിവും കഴിവും അംഗീകരിച്ചുകൊണ്ട് മലക്കുകൾ നമ്രശിരസ്കരായി നിൽക്കുമ്പോഴാണ് ഈ ആയത്തിനെ വിശദീകരിച്ച് മഹാനായ റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ പറയുകയാണ്, വലൗ കാന ഫിൽ ഇംകാനി വുജൂദി ശൈഇൻ അശ്റഫ മിനൽ ഇൽം ഫകാന മിനൽ വാജിബി ഇൽഹാറു ഫദ്ലിഹി ബിദാലിക ശൈഇ ലാ ബിൽ ഇൽം. നമ്മൾ അറിയണം, മഹാനായ ഇമാം റാസി തങ്ങൾ പറയുകയാണ്, ദുനിയാവിൽ ഇൽമിനേക്കാൾ മഹത്വമുള്ള എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നെങ്കിൽ മുഅല്ലിം എന്ന പദവിക്കപ്പുറത്തേക്ക് വല്ല പദവിയും അല്ലാഹു തആല നൽകുമായിരുന്നെങ്കിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വം മലക്കുകൾക്ക് മീതെയാണെന്ന് മലക്കുകളെ ബോധ്യപ്പെടുത്താൻ അല്ലാഹു തആല ആദം അലൈഹിസ്സലാമിനെ ഒരിക്കലും ഒരു മുഅല്ലിമാക്കുമായിരുന്നില്ല, ഇൽമ് നൽകി ആദരിക്കുമായിരുന്നില്ല. ഇൽമിനേക്കാൾ മഹത്വമുള്ള മഹത്വത്തിന്റെ മാനദണ്ഡം അറിവാണ് എന്നും ഔന്നത്യത്തിന്റെ അടയാളം അറിവാണ് എന്നും ലോകത്തെ പഠിപ്പിക്കുകയാണ് ആദിമ മനുഷ്യന്റെ പ്രഥമ ചരിത്ര സംഭവം എന്ന് മഹാനായ ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിലൂടെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതുതന്നെയാണ് അൽ ജാഹിലൂന ഫമൗ തഖബല മൗതിഹിം വൽ ആലിമൂന വഇൻ മാതു ഫഅഹ്യാഉ. അൽ ജാഹിലൂന, വിഡ്ഢികളായ ആളുകൾ,
ഫമൗതാ ഖബല മൗതിഹിം, അവർ മരിക്കുന്നത് തന്നെ മൃതിയടഞ്ഞവരാണ്, മരിക്കും മുമ്പേ മൃതിയടഞ്ഞവരാണ്. വൽ ആലിമൂന ഫഇൻ മൗതു ഫഅഹ്യാഉ, പണ്ഡിതന്മാർ വഫാത്തായാലും ഈ ലോകത്തോട് യാത്ര പറഞ്ഞാലും അവരേറെ ചൈതന്യത്തോടുകൂടെ നമ്മൾക്കിടയിൽ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് അറബിക്കവി പഠിപ്പിക്കുന്നതും അവിടെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാന്മാരുടെ ചരിത്രം പരതിയാൽ, വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ, ആലിമിനെ സ്നേഹിക്കുകയും ഇൽമിനെ മാനിക്കുകയും ചെയ്യലാണ് ദീനിന്റെ ചരിത്രം. അങ്ങനല്ലേ? അവിടെ തന്നെ മറ്റൊരു ചരിത്രവും ആരംഭിക്കുന്നുണ്ട്. ഇൽമ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കുന്നു. ഈ ആദരണീയമായ പദവി മലായിക്കത്തിന് മുമ്പിൽ അല്ലാഹു തആല പ്രകടിപ്പിക്കാൻ അവസരം നൽകുന്നു. ഇത് കണ്ട് മലായിക്കത്ത്, അനുസരണശീലരായ മലായിക്കത്തെല്ലാം അത്ഭുതത്തോടുകൂടെ പറയുന്നു, പടച്ചവനെ ഞങ്ങളിതാ സമ്മതിക്കുന്നു. മാത്രം പോരാ, തന്റെ ഗുരുനാഥനോടുള്ള ആദരവ് പ്രകടിപ്പിക്കണം, ഇൽമിനോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കണം. ഫസ്ജുദൂ ലി ആദമ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് നിങ്ങൾ സുജൂദ് ചെയ്യണം. ഫസജദൂ, എല്ലാ മലായിക്കത്തും സുജൂദ് ചെയ്യുകയാണ്. ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒഴികെ. ഇബ്ലീസിന്റെ ആദ്യത്തെ പിഴവ് എവിടെയാണ്? ഒന്ന് കിബറാണ്, അതേപോലെ തന്നെ അസൂയയാണ്, ഹസദാണ്. അതിന് പ്രധാനപ്പെട്ട പ്രേരകമായത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിവ് നൽകി ആദരിക്കുമ്പോ ഈ ആദരണീയമായ പദവി അംഗീകരിക്കാതെ ഞാൻ അതിനപ്പുറത്തുള്ള ആളാണെന്ന് വാദഗതിയുമായി കടന്നു വരുമ്പോ, മാത്രമല്ല ചില പൊളിവാദങ്ങളുമായി ഇബ്ലീസ് വന്നു. തീയും മണ്ണും നോക്കിയാൽ സൃഷ്ടികർമ്മത്തിന്റെ ധാതുവെക്കുറിച്ച്, അതല്ലെങ്കിൽ ഇതിന്റെ റോ മെറ്റീരിയലിനെ കുറിച്ച്, മനുഷ്യനെ സൃഷ്ടിക്കുന്നതും മലക്കിനെ സൃഷ്ടിക്കുന്നതും ജിന്നിനെ പടക്കുന്നതിന്റെയുമായ റോ മെറ്റീരിയലിനെ കുറിച്ച്, അസംസ്കൃത പദാർത്ഥത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ മണ്ണിനേക്കാൾ മഹത്വമുള്ളതാണ് തീയ് എന്ന് വാസ്തവത്തിൽ ഇബ്ലീസ് ന്യായം നിരത്തി. വാസ്തവത്തിൽ അത് വങ്കത്തരമായിരുന്നു. തീയ് എന്ന് പറയുന്നത് സംഹാരത്തിന്റെ അടയാളമാണ്, വിനാശത്തിന്റെ അടയാളമാണ്. മണ്ണ് എന്ന് പറയുന്ന സൃഷ്ടികർമ്മത്തിന്റെ ഉദാഹരണമാണ്. മനസ്സിലാണ്ടോ? ലോകത്ത് എന്തിന്റെയും നിർമ്മാണം, പ്രൊഡക്ടിവിറ്റി, അതിന്റെ ക്രിയാത്മകത നടക്കുന്നത് മണ്ണിൽ നിന്നാണ്. തീയ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം സംഹാരമാണ്, വിനാശമാണ്, നാശമാണ്. അവിടെ തീർച്ചയായും അതിന്റെ പദവിയുള്ളത് എന്തിനു തന്നെയാണ്? മണ്ണിന് തന്നെയാണ് എന്ന് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ നമുക്ക് കാണാനാകുന്നു. ഏതെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യന്റെ ആദ്യ ചരിത്രം ആരംഭിക്കുന്നത് ഇൽമിനെ ആദരിക്കുന്നതും ആലിമിനെ ബഹുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. പിന്നീട് കടന്നു പോരുന്നതെല്ലാം ഇങ്ങനെ മഹത്തുക്കളെ നന്ദിയോടുകൂടെ സ്മരിക്കാനും മഹത്തുക്കളോടുള്ള ഓർമ്മ നിലനിർത്തുവാനും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും വിജയം വരിക്കാനുമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നതും വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا. യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണം എണ്ണിത്തരുകയാണ്. എന്താണത്? അവർ പ്രാർത്ഥിക്കുന്നവരാണ്. യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ, പടച്ചവനെ സദ്വഴിയിൽ ഞങ്ങൾക്ക് മാർഗം തെളിയിച്ചു തന്നവര്, ഞങ്ങൾക്ക് മുമ്പേ നടന്നവര്, ഞങ്ങളുടെ പൂർവികരായ ആളുകൾക്ക് പടച്ചവനെ പുറത്തു കൊടുക്കണേ. പ്രാർത്ഥന പൂർണ്ണമായ മനസ്സുമായി പൂർവികരെ അനുസ്മരിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോ ആ ലക്ഷണത്തിലേക്ക് ഉയർന്നു പോകാൻ എനിക്കും നിങ്ങൾക്കും ആവണം. അല്ലാഹുവേ, നീ തൗഫീഖ് ചെയ്യണേ റബ്ബേ, നീ തൗഫീഖ് ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ അവരുടെ മാർഗം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയാ, ആരാണ് വല്ലദീന ഇഖ്വാനിന അല്ലദീന സബഖൂന, ആരാണ് പൂർവികരായ നമ്മുടെ സഹോദരന്മാർ? മുഫസ്സിരീങ്ങൾ അതിനെ വിശദീകരിക്കുന്നത് വൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. മുഹാജിരീങ്ങളാണ്, അൻസാരികളാണ്, അവരോട് നന്മയിൽ പിന്തുടർന്നു പോന്ന പൂർവികരാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. അതിനർത്ഥമെന്നാ, എന്റെ പ്രിയപ്പെട്ടവരെ, പുണ്യസമസ്ത
അമ്മിഞ്ഞപ്പാല് തന്ന ഉമ്മയോടുള്ള കടപ്പാട് അലിഫ് പഠിപ്പിച്ചു തന്ന പുണ്യസമസ്തയോട് കാണിക്കണമെന്ന് അഭിവന്ദരായ ആലിമ്യങ്ങൾ നമ്മോട് പറയുമ്പോ ആ ഗുണത്തിന്റെ ഏറ്റവും പ്രയോക്താക്കളായ വലിയ പ്രയോക്താക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളേറെ കടപ്പെട്ടിരിക്കുന്നത് ഈ വഴിക്ക് നമ്മോട് ഏറെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന അഭിവന്ദരായ ആലിമ്യങ്ങളോട്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഈ സമയത്ത് ഈ സ്മരണ ശ്രദ്ധേയമാവുകയാണ്. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ഓർക്കുക, ആലിമിനെ ആദരിക്കുക, ഇൽമിനെ ബഹുമാനിക്കുക. പ്രത്യേകിച്ചും വഫാത്തിന് ശേഷം അവരനുസ്മരിച്ചാൽ മൂന്ന് ഗുണമാണുള്ളത്. ഒന്ന്, വഫാത്തായി ഖബറിൽ കിടക്കുന്നവർക്ക് അതിന്റെ പുണ്യം കിട്ടും. അതിന്റെ പുണ്യം കിട്ടും. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ കഴിയുന്ന കാലം ഒരു ജനാസ അരികത്തിലൂടെ പോവുകയാണ്. ആ സമയത്ത് സഹാബത്ത് പറഞ്ഞു, അയാൾ നല്ല മനുഷ്യരായിരുന്നു, അയാൾ സത്യസന്ധനായിരുന്നു, പരോപകാരിയായിരുന്നു, ഒരുപാട് നന്മകൾ അയാളുടെ അവദാനങ്ങൾ വാഴ്ത്തിയപ്പോ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദ് വജബത്. അല്പം കഴിഞ്ഞില്ല, മറ്റൊരു ജനാസയെക്കുറിച്ച് ആളുകൾ പറയാൻ തുടങ്ങി. അയാൾ മഹാദുഷ്ടനായിരുന്നു, മരിച്ചതുകൊണ്ട് സമൂഹം രക്ഷപ്പെട്ടു. അയാളുടെ തിന്മകൾ ഇങ്ങനെ അനുസ്മരിച്ചപ്പോ അപ്പോഴും ഹബീബായ തങ്ങൾ പറഞ്ഞു, ഖദ് വജബത്, അയാളും കടപ്പെട്ടിരിക്കുന്നു. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഒരാളെക്കുറിച്ച് നന്മ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു വജബത്ത് എന്ന്, തിന്മ പറഞ്ഞപ്പോഴും അനുസ്മരിച്ചപ്പോഴും അങ്ങ് പറഞ്ഞത് വജബത്ത് എന്നാണ്. എന്താണ് ഇതിന്റെ പൊരുൾ ഹബീബ്? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അസ്നൈതും അലൈഹി ഖൈറാ വജബത് ലഹുൽ ജന്ന. ഒരാൾ വഫാത്തായി കഴിഞ്ഞാൽ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അയാളെ നന്മ അനുസ്മരിക്കാൻ ഒരു പിന്മുറക്കാർ ആത്മാർത്ഥമായി മുന്നോട്ട് വന്നാൽ അത് അവർക്ക് സ്വർഗം കടപ്പെട്ട് നിൽക്കാൻ, അവർക്ക് സ്വർഗം നിർബന്ധമാകാൻ അത് കാരണമാകും. നേരെ മറിച്ച് മൻ അസ്നൈതും അലൈഹി ശർറാ, ഒരാളെ കുറിച്ച് നിങ്ങൾ തിന്മ അനുസ്മരിക്കാൻ മുതിർന്നാൽ വജബത് ലഹുൻ നാർ, അവർക്ക് നരകം കടപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലെ അല്ലാഹുവിന്റെ അവർക്കുള്ള സാക്ഷികളാണ്. സാക്ഷി വിസ്താരത്തിനനുസരിച്ചാണല്ലോ ഒരു ജഡ്ജി വിധി തീർപ്പ് കൽപ്പിക്കുക. സാക്ഷികളുടെ ന്യായങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് ഒരു ജഡ്ജിയുടെ വിധി തീർപ്പ് വരിക എന്ന് വരുമ്പോ ഈ ഉമ്മത്ത് മുഴുവൻ കണ്ടമിടറിക്കൊണ്ട് കരളുരുകി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹ്, ഞങ്ങൾക്ക് 2 പതിറ്റാണ്ട് കാലം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ അല്ലാഹുവേ, ഒരുപാട് ഇൽമ് ഈ ഉമ്മത്തിന് പകർന്നുകൊടുത്ത 6 പതിറ്റാണ്ട് കാലത്തോളം ഇൽമുമായി മാത്രം ബന്ധപ്പെട്ട് ജീവിച്ച ഞങ്ങളുടെ പൂർവികരായ മഹത്തുക്കളുടെ ചരിത്രവും ചിത്രവും ഞങ്ങൾക്ക് പകർന്നു തന്ന ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, വഫാത്തായി കിടക്കുന്നവരെ നമ്മൾ നന്മ കൊണ്ട് അനുസ്മരിച്ചാൽ, അവരുടെ സേവനങ്ങൾ നമ്മൾ വാഴ്ത്തിയാൽ അതവരുടെ ഖബറിലേക്ക് വലിയ ആശ്വാസമായി അല്ലാഹുവിന്റെ തീരുമാനത്തെ പോലും ബന്ധിക്കുമാറ് അത് സ്വാധീനിക്കുന്ന ഘടകമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ മജ്ലിസ് കൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ പുണ്യം ഈ നിമിഷം തന്നെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. 2 പതിറ്റാണ്ട് കാലം ബഹുമാനപ്പെട്ട സമസ്തയുടെ അമരത്തിരുന്ന് ശൈഖുനാ ശംസുൽ ഉലമയുടെ വിയോഗാനന്തരം ഈ ഉമ്മത്തിനൊരു അവലാദിയുമില്ലാതെ, ഒരു പ്രശ്നവുമില്ലാതെ, കാറ്റും കോളും ഒരുപാട് അടിച്ചു വന്നപ്പോൾ അതിലെല്ലാം അതിശക്തമായ നങ്കൂരത്തിൽ ഈ ഉമ്മത്തിനെ പിടിച്ചു നിർത്തിയ മഹാനായ ശൈഖുനാ, അല്ലാഹുവേ, അവരുടെ സേവന പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഒരുപാട് കള്ളത്വരീഖത്തുകൾ വന്നു, ഒരുപാട് വിഘടനവാദികൾ കടന്നു വന്നു, അതുപോലെ തന്നെ ബിദ്അത്തിന്റെ ഒരുപാട് വാദഗതികൾ വന്നു.
അതേപോലെ തന്നെ അൾട്രാ സെക്യുലറിസ്റ്റുകൾ ഒരു ഭാഗത്ത് രംഗത്ത് വന്നു. അതിനിടയിലെല്ലാം പിടിച്ചു നിന്നുകൊണ്ട് ഈ ഉമ്മത്തിന് നേരിന്റെ ദിശാബോധം നൽകിയിട്ട് യഥാർത്ഥ ദീനിന്റെ തീരുമാനം സമയോചിതമായി അറിയിച്ചു കൊടുക്കാൻ മുമ്പിലുണ്ടായിരുന്നു മഹാനായ ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. അല്ലാഹുവേ മഹാനവരുടെ സേവനങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകണയല്ല. അടമുറിയാത്ത നന്മയുടെ പ്രവാഹമായി ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും സപ്തവൻകരകളിലും ഇതുപോലെ ദുആ മജ്‌ലിസുകൾ നടക്കുകയാണ്, അനുസ്മരണ സദസ്സുകൾ നടക്കുകയാണ്, ജനാസ് നമസ്കാരങ്ങൾ നടത്തുകയാണ്. ഓരോ നിമിഷങ്ങളും ഓരോ മഹല്ലിലും ഓർക്കാനുള്ളത് ബഹുമാനപ്പെട്ടവരെ കുറിച്ചിട്ടുള്ള ഒരുപാട് സുഹൃതങ്ങളാണ്. അല്ലാഹുവേ അതിന്റെ എല്ലാം പുണ്യം മഹാനവരുടെ ഖബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അങ്ങനെയല്ലേ അല്ലാഹ് പറഞ്ഞത്, റഫഅല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. ആലിമീങ്ങളുടെ പദവി അല്ലാഹു തആല ഉയർത്തി കൊടുക്കുകയാണ്. ആ ഉയർത്തുന്നതിന് ഏറ്റവും വലിയ ആലിമായി കഴിയുമ്പോഴും ഏറ്റവും വിനയാന്വിതനായി നമുക്ക് മുമ്പിൽ മനോഹരമായ ജീവിതം കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട ശൈഖുന, ഓർക്കൂ സഹോദരങ്ങളെ, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഗുണഗണങ്ങൾ ഓരോന്ന് പരിശോധിച്ചാലും മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് കാണിച്ചു തന്ന ഉദാത്തമായ ഓരോ സദ്സ്വഭാവങ്ങളെക്കുറിച്ച് നമ്മൾ കമ്പയർ താരതമ്യം ചെയ്താൽ അവിടെയെല്ലാം മനോഹരമായ മാതൃകയായി മഹാനായ ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഈ പരിപാടിയുടെ ഒന്നാമത്തെ സുഖം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഫലം എന്ന് പറയുന്നത് മഹാനായ ശൈഖുനക്ക് ഇതിന്റെയൊക്കെ ഒരു പുണ്യം കിട്ടുകയാണ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. രണ്ടാമത് നമ്മുടെ മത്ലൂബായ വലിയൊരു ഇബാദത്ത് ചെയ്യുകയാണ്. ഈ സദസ്സിൽ സാധാരണ സദസ്സിലിരിക്കുന്നത് പോലെയല്ല, മഹത്തായ ഒരു അമലിന്റെ ഇബാദത്തിന്റെ ഭാഗമാണിത്. ഇവിടെ നമ്മൾക്ക് നൽകപ്പെട്ട പായസം ഇതൊരു ഇബാദത്തിന്റെ ഭാഗമാണ്. ഇവിടെ മഹാന്മാരായ സാദാത്യങ്ങൾ ദുആക്ക് നേതൃത്വം നൽകുമ്പോൾ അഭിവന്ദരായ ആലിമ്യങ്ങളുടെ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് നമുക്ക് അറിവിന്റെ മനോഹരമായ നല്ല പാഠങ്ങൾ നൽകുമ്പോൾ അൽഹംദുലില്ലാഹ്, ഇത് നമ്മളോട് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ, ഉദ്കുറൂ മഹാസിന മൗതാകും ഉദ്കുറൂ മഹാസിന മൗതാകും വകുഫു അൻ മവാസിഹിം ഹബീബുനാ റസൂലുള്ളാഹി. മഹാന്മാരുടെ മരിച്ചുപോയവരുടെ സുഹൃതങ്ങൾ അനുസ്മരിക്കുക, അവരുടെ നന്മകൾ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. അത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. പൂർവ്വപ്രവാചകന്മാരുടെ അവദാനങ്ങളല്ലേ പരിശുദ്ധ ഖുർആനിൽ ഉടനീളം നമുക്ക് കാണുന്നത്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായ തന്റെ പ്രിയതമയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ് മറ്റു ഭാര്യമാർക്ക് അസ്വസ്ഥതയുണ്ടാകുമാർ മഹദി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ പുകഴ്ത്തിയിട്ട് മറ്റു ഭാര്യമാർ പലപ്പോഴും അതിനനിഷ്ടം പ്രകടിപ്പിക്കുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മരിച്ചവരുടെ, പ്രത്യേകിച്ച് നമുക്ക് ആത്മബന്ധമുള്ളവരെ നമ്മൾ നന്ദിയോടുകൂടെ അനുസ്മരിക്കുമ്പോ നമുക്കതൊരു വല്ലാത്ത ഇബാദത്താണ്. തീർച്ചയായും കീഴ്മേൽ മറിഞ്ഞ ആധുനിക കാലത്ത് ഇത്തരം മഹാന്മാരുടെ ചരിത്രം നാം ഓർക്കുമ്പോ വരും തലമുറയ്ക്ക് ഇത് വലിയ ഗുണപാഠമാണ്, വലിയൊരു അധ്യായമാണ്. അങ്ങനെ വരുമ്പോ നമുക്ക് മാത്രമല്ല അടുത്ത തലമുറക്കും ഇതിന്റെ പുണ്യം ലഭിക്കുകയാണ്. നോക്കണേ, നിങ്ങൾ മഹാനവറുകളുടെ ജീവിതം കൂടുതൽ അറിയാനും പഠിക്കാനും സാധിക്കേണ്ടതുണ്ട്. ഇൽമുമായി ബന്ധപ്പെട്ട് മാത്രം ജീവിച്ചു. അത് എത്ര കണ്ട് വ്യാപ്തി കൂടിയോ അത്ര കണ്ട് മനസ്സ് വിശാലമായി മഹാനായ ശൈഖുന സൈനുൽ ഉലമ അല്ലാഹുവേ ദറജകൾ ഉയർത്തിക്കൊടുക്കണേ റബ്ബേ. മഹാനായ ഹസ്രത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കുല്ലു വിആയിൻ, ഏത് പാത്രവും അതിലേക്ക് നിറക്കുന്നോറും അത് ടൈറ്റാകും. ഇല്ലൽ ഇൽമു ഇല്ല വിആഉൽ ഇൽമ്, ഇൽമിന്റെ പാത്രം ഒഴികെ ഇൽമിന്റെ പാത്രത്തിൽ ഇങ്ങനെ നിറയുന്തോറും കദിത്തസ, അതിങ്ങനെ വ്യാപ്തമാവുകയാണ്. അല്ലേ, ഒരു കലത്തിലേക്ക് നാം വെള്ളമൊഴിച്ചാൽ അത് നിറയുന്നതോടുകൂടെ അത് ടൈറ്റായി. ഇല്ല ഇൽമൊഴികെ ഇൽമ നിറയുന്തോറും. അങ്ങനെയാണ് മഹാനായ ഇമാമുന ശാഫി റളിയല്ലാഹു തആല അൻഹു അവസാനം ഒരുപാട് പഠിച്ചു. ആരാ? ഇമാമുന ശാഫി റളിയല്ലാഹു തആല അൻഹു.
7-ാമത്തെ വയസ്സിൽ ഖുർആൻ മാത്രമല്ല അതിന്റെ തഫ്സീറുകളടക്കം മനഃപ്പാഠമാക്കിയ മഹാനായ പണ്ഡിതനാണ് ഇമാമുന ശാഫി. മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ ദർസിൽ ചേരാൻ മദീനയിലേക്ക് വരുമ്പോ മക്കയിലെ ഗവർണറെ എഴുത്തുമായിട്ടാണ് മഹാനായ ഇമാമുന ശാഫി റളിയല്ലാഹു തആല അൻഹു വരുന്നത്. ആ ദർസിൽ ചേരുന്നതിന്റെ 9 ദിവസം കൊണ്ട് മുഅത്ത ഹിഫ്ളാക്കി മഹാനായ ഇമാമുന ശാഫി. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഓർക്കണം, 9 ദിവസം കൊണ്ട് മുഅത്ത ഹിഫ്ളാക്കി മഹാനായ ഇമാമുന ശാഫി റളിയല്ലാഹു തആല അൻഹു. പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ മഹാനായ സൈനുൽ ഉലമയുടെ ചരിത്രം ഇങ്ങനെ പഠിക്കുമ്പോൾ, സഹമാരോടൊക്കെ ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുയുടെ ജീവിതമായിട്ട് കുറേ സമാനതകളുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ദർസിലേക്ക് മക്കയുടെ ഗവർണറെ എടുത്തും പിടിച്ചുകൊണ്ട് വരുമ്പോ ദുആ സമയത്താണ് സബക്കിലേക്ക് ദർസിലേക്ക് വരുന്നത്. അങ്ങനെ പുറകിലിരുന്നു ലുഹാ മുതൽ ദുഹർ വരെ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. ഹദീസ് ക്ലാസ് നടക്കുകയാണ്. ലോകത്തുനിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന മഹാന്മാരായ ഗടാഗടിയന്മാരായ പണ്ഡിതന്മാർ മുമ്പിലിരിക്കുകയാണ്. പുറകിൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഓരോ വാക്കും ഹൃദയം കൊണ്ട് കേൾക്കുകയാണ്. കാതുകൊണ്ടല്ല, ഹൃദയം കൊണ്ട് കേൾക്കുകയാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു. ഇടയ്ക്കിടയ്ക്ക് കൈകൊണ്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ എഴുതും. ഇത് മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ കണ്ടു. മുത്തഅല്ലിമീങ്ങളെ ദർസ് കഴിഞ്ഞേക്ക് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു വിളിച്ചു. കുട്ടിയോട് ചോദിച്ചു, മോനെ അനക്കെന്താ പുറകുന്നൊരു പണി ഉണ്ട്, ഇങ്ങനെയൊക്കെ കാണിക്കുന്ന. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അങ്ങ് പറഞ്ഞതെല്ലാം ഹിഫ്ളാക്കുകയായിരുന്നു. ഫോട്ടോഗ്രാഫിക്കൽ മെമ്മറിയാണ്, ടേപ്പ് റെക്കോർഡ് പോലെ അതിങ്ങനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അപ്പൊ ചോദിച്ചു, എന്താ ഇങ്ങനെ കൈകൊണ്ട് എന്തൊക്കെ ഇങ്ങനെ കാണിക്കുന്നെന്താ? ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് ഉഖദത്ത് തോന്നുന്ന, പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഹൃദയത്തിലേക്ക് കയറാൻ മടി കാണിക്കുന്ന ഇൽമിനെ ഞാൻ അന്തരീക്ഷത്തിൽ ഇങ്ങനെ എഴുതി എന്റെ ഖൽബിൽ ഉറപ്പിക്കുകയായിരുന്നു. ഉടനെ തന്നെ കേട്ടതൊന്ന് പറയാൻ പറഞ്ഞു. ലുഹാ മുതൽ ആരംഭിച്ച ക്ലാസ് ദുഹർ വരെ നീണ്ട ക്ലാസ് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് തിരിച്ചു പറഞ്ഞു കൊടുത്തു ഇമാമുന ശാഫി റളിയല്ലാഹു തആല. ഇത് കണ്ടതോടുകൂടെ പിന്നെ എഴുത്തൊന്നും വേണ്ട, എഴുത്തൊക്കെ കയ്യിൽ വെക്കാൻ പറഞ്ഞു. ദർസിൽ അംഗത്വം കൊടുത്തു. മഹാനായ ശൈഖുനാ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ ദർസിൽ ചേരാൻ വരിക. ബാപ്പയിൽ നിന്നും 7 വർഷം ഇൽമ പഠിക്കുകയാണ്. സ്വന്തം പിതാവിൽ നിന്ന് 7 വർഷം കിതാബോധി ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ ദർസിൽ വന്ന് ചേരാൻ വന്നതാ. നിർഭാഗ്യവശാൽ അപ്പൊ അവിടെ ഉസ്താദില്ല. പള്ളിയിലെ ഖാലിം ഖതീബൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഫറായിദിന്റെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട മസലയ്ക്ക് പരിഹാരം നേടാൻ പള്ളിയിലേക്ക് ഏതാനും ആളുകൾ വന്നിരിക്കുന്നു. അവിടെ വിപ്രമാദമായ ചർച്ച നടക്കുകയാണ്, തർക്കം നടക്കുകയാണ്. സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അവിടെ ദർസിൽ ചേരാൻ വന്നതാണ്. കുറെ നേരം ദൂരെ നിന്നുകൊണ്ട് ഈ തർക്കങ്ങളൊക്കെ കേട്ടു. പരിഹാരമാകുന്ന ലക്ഷണം കാണുന്നില്ല. അവസാനം സൈനുൽ ഉലമ മെല്ലെ ചെന്നിട്ട് വിഷയങ്ങൾ കേട്ടു. അവസാനം ഒരു തീരുമാനം പറഞ്ഞു. എല്ലാവർക്കും സുസമ്മതരായി അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ അവിടുത്തെ ഖതീബ് പറഞ്ഞു, ഈ കുട്ടിയെ പറഞ്ഞേക്കാൻ പാടില്ല. അന്നത്തെ ദർസിലൊക്കെ അംഗത്വം കിട്ടണമെങ്കിൽ ഒറ്റയടിക്ക് അഡ്മിഷൻ കൊടുക്കൂലത്രേ. 2 ആഴ്ചയൊക്കെ ദർസിന് നിൽക്കാൻ പറയും. എന്നിട്ട് വല്ലതും തിരിയോന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളത്രേ ദർസ് അല്ലെങ്കിൽ കുട്ടിയോട് പോകാൻ പറയും. മഹാനായ സൈനുൽ ഉലമക്ക് ദർസിൽ അംഗത്വം കിട്ടാൻ ഒരു പരീക്ഷയുടെ ആവശ്യം വന്നില്ല. ചെന്നപ്പോ തന്നെ അതിന്റെ മഹത്തായ ആ സന്ദേശം പറഞ്ഞു കൊടുത്തു. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ ഒരുപാട് രസകരമായ സംഭവങ്ങൾ കാണാൻ പറ്റും. ഉസ്താദിന്റെ ഫത്വ തിരുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല. ഒരിക്കൽ മാലിക് ഇമാം റളിയല്ലാഹു തആലന്റെ അടുത്തേക്ക് ഒരു മസല ചോദിച്ച ഒരാൾ വന്നു. ഒരു തൊലാഖ് പ്രശ്നമായിരുന്നു. എന്താ തൊലാഖ്? ഒരാൾ പറഞ്ഞു, ചന്ദ്രനേക്കാളും നിന്റെ മുഖത്തിന് സൗന്ദര്യമില്ലെങ്കിൽ അന്ത്യ മുത്തല്ലഖത്ത്, നീ തൊലാഖ് എല്ലപ്പെട്ടവളാണ്. ഇത് പറഞ്ഞോടുകൂടെ പിന്നെ അയാൾ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പെട്ടത്. അയാളെ ഭാര്യ അത്ര ചൊറുക്കൊന്നുമില്ല, അത്ര സൗന്ദര്യമൊന്നും ഇല്ലാത്തൊരു പെണ്ണ. അപ്പൊ ആളുകളുടെ അടുത്ത്, ആലിമ്യങ്ങളടുത്ത്, സമകാലികരായ ആലിമ്യങ്ങളടുത്തൊക്കെ ചെന്നു, എന്റെ ഭാര്യ പോവും, എന്റെ ഭാര്യയുടെ തലാഖ് പോവും. എല്ലാരും പറഞ്ഞു പോവും, എന്റെ ഭാര്യ അത്ര വലിയ ഭംഗിയൊന്നുമില്ല, ചന്ദ്രന് എത്ര ഭംഗിയുണ്ട്. മാലിക് ഇമാം റളിയല്ലാഹു തആലയുടെ അടുത്ത് മാലിക് ഇമാം പറഞ്ഞു, അത് പോവും.
തൊലാഖ് പരിപാടി കഴിഞ്ഞ ഞാൻ പറഞ്ഞോളാം. ആൾക്കാർ എന്നൊരു ചെറിയ ഒരു വർക്കത്തിന് ചെറിയൊരു വേണം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين حمدا طيبا كثيرا مباركا فيه على كل حال حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم تسليما كثيرا كثيرا. അർഹമുർറാഹിമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ നീ സ്വീകരിക്കണം റഹ്മാനെ. നീ ഞങ്ങളുടെ മഹത്തായിരിക്കുന്ന അനുസ്മരണ പരിപാടി നീ സ്വീകരിക്കണം റഹ്മാനെ. ഇത് കാരണമായി സാധുക്കളായ ഞങ്ങൾക്ക് യഹ്വര വിജയം നൽകണം റഹ്മാനെ. ഇതിന്റെ സവാബിനെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ശൈഖുനാ ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കുകയും അവിടുത്തെ ദറജ നീ ഉയർത്തണം റഹ്മാനെ. അവിടുത്തെ ദറജ നീ ഉയർത്തണം റഹ്മാനെ. അവിടുത്തെ ദറജ നീ ഉയർത്തണം റഹ്മാനെ. അവിടുത്തെ അവരിലായി സാധുക്കളായ ഞങ്ങൾക്ക് മഹത്തായിരിക്കുന്ന സമസ്ത കേരള ജമിഅത്തുലമയുടെ കീഴടങ്ങള് റാഹത്തോടെ ഇസ്സത്തോടെ നിഅമത്തോടെ അഭിവൃദ്ധിയോടെ മുന്നോട്ട് വെക്കാൻ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണം റഹ്മാനെ. ജീവിച്ചിരിപ്പുള്ള സദാത്യങ്ങൾക്ക് ആലിമീങ്ങൾക്ക് പ്രവർത്തകന്മാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സും റാഹത്തും ശിഫയും നൽകണം റഹ്മാനെ. റഹ്മുർറാഹിമീനായവരെ റഹ്മുർറാഹിമീനായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങളെയും അവരെയും ഞങ്ങളെ ബന്ധപ്പെടെ ഞങ്ങൾ സ്നേഹിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കെല്ലാവർക്കും നാളെ ഹബീബായ മുത്തനബിന്റെ ഹദറത്തിൽ ഒരുമിച്ച് കൂടി അലിവാഉൽ ഹംദ് എന്ന് പറയുന്ന കൊടിക്കീൽ ഒരുമിച്ച് കൂടി സ്വർഗം സന്തോഷിക്കാൻ അവസരം നൽകണം റഹ്മാനെ. അവസരം നൽകണം റഹ്മാനെ. ദിക്റുൽ അംബിയായ ഇബാദ വ ദിക്റു സ്വാലിഹീന കഫാറ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സാധുക്കളായ ഞങ്ങളെല്ലാ സർവ്വദോഷങ്ങളും പൊറുക്കാൻ ഇത് കാരണമാക്കണം റഹ്മാനെ. ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. റാഹത്തിലാക്കണം റഹ്മാനെ. ദുനിയാവിന്റെ എല്ലാ മശക്കത്തിലും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ആഖിറം റാഹത്തിലാക്കണം റഹ്മാനെ. പഠിക്കുന്നവര് പഠിപ്പിക്കുന്നവര് അല്ലാഹുവൊക്കെ ദീനീ ഖാദിമികളാണ് അധികവും. എല്ലാവർക്കും നീ റാഹത്തിന്റെ ബറക്കത്തിന്റെ നിഅമത്തിന്റെ വാതിൽ നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നീ റാഹത്തിലാക്കണം അല്ലാഹ്. ഹലാലായ മുറാദുകളൊക്കെ നീ വീട്ടണം അല്ലാഹ്. നിന്റെ നിഅമത്ത് കൊണ്ട് സന്തോഷപ്പെടുത്തണം അല്ലാഹ്. ഈ ദുനിയാവിന്ന് വിട പറയും പരിപൂർണമായ ഈമാൻ സലാമത്തായി റാഹത്തോടെ ഞങ്ങളെ നീ വിട പറയിപ്പിക്കണം റഹ്മാനെ. സ്വീകരിക്കുക അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ബഹുമാനികളെ, ഞാനതൊക്കെ കഴിഞ്ഞ് റാഹത്തായി ദുആ ശരീഫ് വിചാരിച്ചാണ്
9 മണിക്കൊരു മജ്‌ലിസിനുള്ളിൽ പങ്കെടുക്കാമെന്നാണ് ഓരിപ്പോൾ പ്രമിറ്റിന്റെ കാര്യത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുക 10 മണിയിലുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നമ്മൾ ഫരീദ് റഹ്മാൻ നല്ല വാഹത്തിന്റെ സംസാരമാണ്. അത് കേട്ട് കഴിഞ്ഞ് എല്ലാവരും പോകുമെന്ന് അറിയിച്ച് എനിക്ക് സമ്മതകരെന്ന് അറിയിക്കുന്നു. അള്ളാഹു റാഹത്തിലാക്കട്ടെ. അസ്സലാമു അലൈക്കും. നേരം വൈകുക. അല്ലാഹുമ്മ സദസ്സിനെ സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ മജ്‌ലിസിനെ ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഉസ്താദുമാരും സയ്യിദന്മാരും നേതാക്കന്മാരും ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് അവരുടെ തിരക്കും അസ്വസ്ഥതകളൊക്കെ മാനിച്ചുകൊണ്ട് നമ്മുടെ സമയത്ത് നമ്മൾ എത്ര വേണമെങ്കിലും ക്രമീകരിക്കാം. അല്ലാഹുമ്മ മജ്‌ലിസിനെ നമ്മൾ സ്വീകരിക്കട്ടെ. വിഷയത്തിലേക്ക് വരാം. എന്നിട്ട് നോക്കാം. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു അവന്റെ ഉസ്താദ് അന്ന് മാലിക് ഇമാം റളിയല്ലാഹു തആല അടുത്തൊരു തർക്കം വന്നു. അതല്ലേ നമ്മൾ പറഞ്ഞു വെച്ചേ അല്ലേ? ചന്ദ്രനേക്കാൾ എന്റെ ഭാര്യയായ നിനക്ക് സൗന്ദര്യമില്ലെങ്കിൽ നീ തൊലാക്കല്ലപ്പെട്ടവളാണ്. ഇതാണ് പ്രശ്നം. മാലിക് ഇമാം പറഞ്ഞു, ഈ കോലത്തിലാ പറഞ്ഞു വെച്ചെങ്കിൽ എന്റെ ഭാര്യന്റെ കോലം എങ്ങനെയാണെങ്കിൽ എന്താണെങ്കിലും ആ തൊലാക്ക് പോകും. വഴിയിൽ വെച്ചുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ചെറിയ കുട്ടിയെ കണ്ടു. ഷാഫി ഇമാം ചോദിച്ചു, അല്ലേ എന്തിനാ നിങ്ങൾ വന്നത്? അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ തൊലാക്ക് പ്രശ്നത്തിന് ഉസ്താദിന്റെ അടുത്തുനിന്ന് ഒരു ഫത്വ ചോദിച്ചു വന്നതാ. എന്റെ ഉസ്താദ് പറഞ്ഞത് തലാക്ക് പോകുന്ന പറഞ്ഞ നിരാശയോടെ പോരാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആ തലാക്ക് പോകില്ല, ആ തലാക്ക് പോകില്ല. അപ്പൊ എങ്ങനെ ഉസ്താദ് പറഞ്ഞാലേ, ഉസ്താദിനോട് ഇങ്ങനെ ഒരു കുട്ടി പറഞ്ഞേക്കണ് എന്ന് പറഞ്ഞാൽ മതി. ഇവർ ചെന്നിട്ട് പറഞ്ഞു, വഴിയിൽ ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താ ഉസ്താദ് ചെയ്യണം? ആ കുട്ടിനോടും വരാൻ പറയുന്നതാണ്. അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഉസ്താദിന്റെ അടുത്തെത്തി. മുഹമ്മദ് ഇദ്രീസ് ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനോട് മാലിക് ഇമാം ചോദിച്ചു, മോനെ എങ്ങനെയാ നീ പറഞ്ഞത്? ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖുർആനിൽ ഇങ്ങനെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, അങ്ങനെയല്ലേ ഉസ്താദേ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും നല്ല ഘടനയിൽ മനുഷ്യനെ അല്ലാഹു പടച്ചു എന്നല്ലേ? അതുകൊണ്ടല്ലേ മനുഷ്യൻ അധീനപ്പെടുത്തി ലോകത്തെ മുഴുവനും അല്ലാഹു ക്രമീകരിച്ചത്? ഏറ്റവും വിരൂപിയായ മനുഷ്യനും ലോകത്ത് മനുഷ്യേതര സുന്ദരമായ ഏതു പദാർത്ഥത്തെക്കാളും മഹത്വമുണ്ട് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നില്ലേ? മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സദഖ്ത, നീ പറഞ്ഞതാണ് ശരി, നീ പറഞ്ഞതാണ് ശരി. ഫത്വ തിരുത്തി കൊടുത്തു. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ കാണാം. മഹാനായ ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദിന് അഭിവന്ദരായ പിതൃവ്യരായ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹ്മദ് മുസ്ലിയാർ മഹാനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ഇതുപോലെ തലാഖ് പ്രശ്നമായിട്ട് കടന്നു വന്നു. എന്താ പ്രശ്നം? നിന്റെ വാപ്പാന്റെ പരി പോയാൽ നീ തൊലാക്കില്ലപ്പെട്ടവളാണ് ഒരു ചങ്ങായി പറഞ്ഞു. പെണ്ണുങ്ങളോട് വർത്താനം തിരക്കൂട്ടിയ കൂട്ടത്തിൽ പറഞ്ഞു, ഇജെങ്ങാനും ഞാൻ എന്റെ വാപ്പാന്റെ പരിക്ക് പോയാൽ അത് തൊലാക്കില്ലപ്പെട്ടതാണ്. അങ്ങനെ ഈ പെണ്ണ് അവനാന്റെ ബാപ്പന്റെ പൊരീക്കോ യാതൊരു നിവൃത്തിയില്ല. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. അവസാനം ബാപ്പൻ മരിച്ചപ്പോ ഈ ഭാര്യയ്ക്ക് ഇവിടെ നിൽക്കാൻ യാതൊരു കോലമില്ല. എന്റെ ബാപ്പ മരിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ പറ്റൂല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ജീവിക്കുന്നത് എന്നുള്ളടുത്ത് ആ സ്ത്രീ ആലോചിച്ചു. അങ്ങനെയാണ് പോയിട്ടാണ് പിന്നെ ഈ പഴയ വാക്കോർത്തത്. പഠിച്ചവനെ തൊലാക്ക് പോയല്ലോ. പണ്ഡിതന്മാരെടുത്ത് ചെന്നു. പലരും പറഞ്ഞു തൊലാക്ക് പോകും. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് മുസ്ലിയാരുടെ അരികത്തെന്നു ഈ വിഷയം അവതരിപ്പിച്ചു. അത്രേ സാധു പറഞ്ഞു തൊലാക്ക് പോവില്ല. അപ്പൊ എന്തേ? ഇയാൾ മരിച്ചതോടുകൂടെ പിന്നെ ഇയാളുടെ വീടല്ലാതായിട്ടുണ്ട്. ബാപ്പ മരിച്ചതോടുകൂടെ വീട് അനന്തരാവകാശികളുടേതായിട്ടുണ്ട്. ബാപ്പയുടെ വീട്ടിലേക്ക് പോയാൽ തൊലാക്ക് പോകുമെന്നാ പറഞ്ഞത്. ബാപ്പ മരിച്ചതോടുകൂടെ ഈ വീടിന്റെ അവകാശി അനന്തരാവകാശികളായതോടുകൂടെ തൊലാക്ക് പോകില്ല. ബഷീർ അഹമ്മദ് മുസ്ലിയാരുടെ ജീവിതത്തിൽ വേറെ ഒരുപാട് രസകരമായ തമാശ കാണാം. സബക്കിലൊരു കുട്ടി ചോദിച്ചു അത്രേ, അല്ല ഉസ്താദെ, പിന്നെ തീയോണ്ട് പടക്കപ്പെട്ട ഇബ്ലീസിനെ എങ്ങനെ നരകത്തിലിട്ട് അള്ളാഹു ശിക്ഷിക്കുക? തീയോണ്ട് പടക്കപ്പെട്ട ഇബ്ലീസിനെ തീയിലിട്ടിട്ട് എങ്ങനെ ശിക്ഷിക്കുക? അപ്പൊ അവിടുത്തെ ഒരു മണ്ണ് കട്ടെടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. ഒരു മണ്ണ്
ഒരു മണ്ണിന്റെ കഷ്ണം, ഒരു ഇഷ്ടിക കഷ്ണം കൊണ്ടുവന്നു. പോണ പോക്കിലും എന്റെ പുറത്ത് ഒറ്റ കയറാൻ കൊടുത്തു. വിരുത്തായാണ് എന്ത് വെച്ചു, വേദന അയച്ചോ? അപ്പൊ മണ്ണുകൊണ്ട് പടക്കപ്പെട്ട എനിക്ക് എങ്ങനെ മണ്ണുകൊണ്ട് എറിഞ്ഞാൽ വേദന ഉണ്ടാകുന്നത്? ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് കഴിച്ചെങ്കിൽ പിന്നെ മലക്കുൽ മുലൂക്കായ രാജസയ്യിദായ റബ്ബുൽ ഇസ്സത്തിന് തന്നൊരു പ്രശ്നം. അങ്ങനെ ഹിക്മത്തോടുകൂടെ വിശുദ്ധ ദീനിന്റെ ദഅവത്ത് നടത്തുകയും ഫത്വ നിർവഹിക്കുകയും ഫത്വ നൽകുകയും ചെയ്ത മഹാനായ ചെറുശ്ശേരി അഹമ്മദ് മുസ്ലിയാർ, ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, ആ പണ്ഡിത തറവാട്ടിലൂടെയാണ് ബഹുമാനപ്പെട്ട ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് കടന്നു വരുന്നത്. മാനവരുടെ ജീവിതം പഠിച്ചാൽ അത്ഭുതം തോന്നിപ്പോകും, നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. മഹാന്മാർ വലിയ അംഗീകാരമല്ലേ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന് നൽകിയത്? 22ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട കേസി ഓർമ്മപ്പെടുത്തിയതുപോലെ കോടങ്ങാട് മുദരിസും ഖത്തീബുമായി സേവനം ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം കണ്ണിയത്ത് ഉസ്താദ് അതുവഴി അവിടെ ജുമാക്ക് ചേർന്നു. ആ ജുമാക്ക് കൂടി ജുമാ കഴിഞ്ഞു പോകുമ്പോൾ കണ്ണിയത്ത് ഉസ്താദിന് ആളുകൾ ഇങ്ങനെ വളഞ്ഞു. ആ സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, ആരാ ഇവിടുത്തെ മൗലിയർ? അപ്പം ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ മകൻ സൈനുദ്ദീൻ മുസ്ലിയാരാണ്. കണ്ണിയത്ത് ഉസ്താദ് ഒറ്റപ്പറച്ചിൽ, മൂർഖന്റെ മകൻ, മൂർഖൻ തന്നെയാണ്. മൂർഖന്റെ കുട്ടി, മൂർഖൻ പാമ്പുകൾക്കിടയിൽ ഒരു കേമമായ മൂർഖന്റെ കുട്ടി മൂർഖൻ തന്നെയാ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ അംഗീകാരമാണ്. മാത്രമല്ല ജീവിതത്തിലുടനീളം ഇൽമിന് അംഗീകാരം. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഫത്വ കമ്മിറ്റി ചേരുമ്പോ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ ഫത്വ കമ്മിറ്റിയുടെ ചെയർമാനാണ്. ആരൊക്കെയാണെന്ന് ഫത്വ കമ്മിറ്റിയുള്ളത്? കെ വി ഉസ്താദുണ്ട്, കെ ടി ഉസ്താദുണ്ട്, കോട്ടുമല ഉസ്താദുണ്ട്, സി എച്ച് ഐദ്രോസ് മുസ്ലിയാരുണ്ട്. മഹാന്മാരായ ഗടാഗടിയന്മാരായ പണ്ഡിതന്മാരിരിക്കുന്ന ഫത്വ കമ്മിറ്റിയിൽ ഒരുപാട് തർക്ക വിഷയങ്ങൾ വരും, കത്തുകൾ ഓരോന്നും വരും. എല്ലാം വായിച്ച് തീരുമാനം കൽപ്പിക്കാൻ പോകുമ്പോ അവസാനം ചില കാര്യങ്ങൾക്ക് തർക്കങ്ങളായി പോകുമ്പോ ശംസുൽ ഉലമ പറയും, വിഷയം സൈനുദ്ദീൻ മുസ്ലിയാരെ ഏൽപ്പിക്കാം. അടുത്ത ഫത്വ കമ്മിറ്റിക്ക് മുമ്പ് ഇതിന്റെ മാഹൗലൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്ന് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരൊന്ന് റഫർ ചെയ്ത് വരട്ടെ, ഒന്ന് പഠിച്ചു വരട്ടെ, എന്നിട്ട് അടുത്ത മാസത്ത് നമുക്ക് തീരുമാനമാക്കാം. ശംസുൽ ഉലമ മുതാലഅ ചെയ്യാൻ ഏൽപ്പിക്കുന്ന മഹാനായ പണ്ഡിതനാണ് ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. അല്ലാഹു അവരുടെ ദറജകൾ ഉയർത്തിക്കൊടുക്കട്ടെ. നോക്കൂ, നിങ്ങൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവസാനത്തെ 70ാം വാർഷികത്തിന്റെ സമസ്ത 70ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രസംഗം വിലയിരുത്തിയവർക്കറിയാം. അതൊരു വിടവാങ്ങലിന്റെ സ്വരമുണ്ടായിരുന്നു, വിടവാങ്ങലിന്റെ ധ്വനിയുണ്ടായിരുന്നു. അതിനാണ് മുമ്പൊന്നും പറയാത്ത വിധം പടച്ചവനെ ചെറുപ്പം മുതലേ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം തുടങ്ങിയതാണ്. 40-40 കൊല്ലമായി സമസ്തക്ക് വേണ്ടിയിട്ടും ചെറിയ ഖാദിമായി സേവനം ചെയ്യുന്നു. അല്ലാഹുവേ നീ സ്വീകരിക്കൂലേ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ. 2-3 പ്രാവശ്യം ശൈഖുന ശംസുൽ ഉലമ ദുആ ചെയ്തപ്പോ അവസാനം എല്ലാ വിഷയങ്ങളിലേക്കും വ്യക്തമായ സൂചന നൽകിയിട്ട് അർത്ഥഗർഭമായ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് വിടവാങ്ങുമ്പോ താനിരുന്ന കസേരയിലേക്ക് ചൂണ്ടിയിട്ട് അവിടെ ചെന്നിരിക്കാൻ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനോട് പറയുമ്പോ മഹാന്മാരൊക്കെ അങ്ങനെയാണ്, അവരുടെ വിയോഗം നേരത്തെ കാണും. ബഹുമാനപ്പെട്ട കെ ടി ഉസ്താദ് നോക്കൂ, നിങ്ങൾ ആ അവസാന സമയത്തേക്കുള്ള ഓരോ പോക്കും ഞങ്ങൾക്കറിയാം. തീർച്ചയായും ദാറുൻ നജാത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എളിയവൻ എന്ന രീതിയിൽ ആ ഒരു വർഷത്തെ ഓരോ കാലുകളും തീരുമാനങ്ങളും കാൽവെപ്പുകളും മഹാനായ കെ ടി ഉസ്താദിന്റെ വഫാത്തിന്റെ ഒരു മണം അതിലെല്ലാം ഉണ്ടായിരുന്നു. അതാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് അവസാനം ചേർന്ന വിപുലമായ യോഗം പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ വർക്കിംഗ് കമ്മിറ്റിയാണ്. അതിൽ തീരുമാനങ്ങളെല്ലാം എടുത്തു. അവസാനം മിനിറ്റ്സിൽ മിനിറ്റ്സ് വായിച്ചു. ഒപ്പുവെക്കാൻ നേരത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് പണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ മുമ്പിലേക്ക് മിനിറ്റ്സ് നീക്കിവെച്ചിട്ട് ഒപ്പിടാൻ പറഞ്ഞു. എത്രേ? അതിനർത്ഥം ഇനി അതിൽ ഒപ്പിടാൻ മുഹമ്മദ് അലി ഉണ്ടാവില്ല, മുഹമ്മദ് അലി ശിഹാബ് ഉണ്ടാവില്ല, ഇനി അതിൽ ഒപ്പിടേണ്ടയാൾ നിങ്ങളാണ്. അങ്ങനെ മഹാന്മാരായ ആളുകളൊക്കെ തീർച്ചയായും അവരുടെ അന്ത്യം മുമ്പിൽ മുൻകൂട്ടി കാണാനുള്ള കഴിവുള്ളവരായിരുന്നു. അങ്ങനെ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ ജീവിതം പഠിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാറുൽ ഹുദയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ്
കർമ്മശാസ്ത്രമാണ്, ഫിഖ്ഹാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഫിഖ്ഹാണ്. 11ാം ക്ലാസ്സിൽ മഹല്ലിയും 12ാം ക്ലാസ്സിൽ തോഫ എടുത്തു കൊടുക്കും. വളരെ ഭംഗിയായി കർമ്മശാസ്ത്ര ഫിഖ്ഹിന്റെ ക്ലാസ്സുകൾ വളരെ ഭംഗിയായി ഉദവികളായ എന്റെ സ്നേഹിതന്മാർ പലരും പങ്കുവെക്കുന്നത് ഇത്ര മനോഹരമായിരുന്നു. വളരെ ലളിതമാണ്, എന്നാൽ അതീവ ഗൗരവമുള്ള ചർച്ചകൾ. എന്നാൽ ഈ അവസാന സമയം ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ് മടങ്ങി വരുമ്പോ എല്ലാവരും പറഞ്ഞു, അഭ്യുദയകാംക്ഷികളും സമസ്തയുടെ നേതാക്കന്മാരും ദാറുൽ ഹുദയുടെ ഭാരവാഹികൾ എല്ലാവരും പറഞ്ഞു, ഉസ്താദേ ഇനി പഴയ പോലെ അങ്ങനെ നിരന്തരമായ പരിപാടിയും ഈ അണമുറിയാത്ത നിരന്തരമായ സബക്കും ക്ലാസ്സും ഒക്കെ നിർത്തുക, കുറച്ച് റെസ്റ്റാവാൻ. ഉസ്താദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാന്മാരൊക്കെ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിച്ച് അതിൽ കൂടെ തന്നെ മരണപ്പെട്ടവരാ, ഞാനും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ കഴിഞ്ഞ അധ്യയന വർഷത്തിന് ടൈം ടേബിൾ ഇടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന് മുമ്പത്തെ പോലെ തന്നെ തുഹഫയും മഹല്ലിയും അങ്ങനെ ടൈം ടേബിൾ നിശ്ചയിച്ചു കൊണ്ട് ചെന്നു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, എനിക്കുറി ഒരു ഹദീസ് വേണം, ഒരു ഹദീസിന്റെ സബക്ക് വേണം എനിക്ക്. ആ സമയത്ത് ഉസ്താദുമാരൊക്കെ നിർബന്ധിച്ചു, അല്ല ഉസ്താദ് നിങ്ങൾ ഫിഖ് തന്നെ എടുക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹം. വല്ലാണ്ട് നിർബന്ധിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, മഹാന്മാരെല്ലാം അവസാന സമയത്തേക്ക് എത്തുമ്പോ ഒരു ഹദീസ് ദർസെടുത്തിട്ടുണ്ട്. അവസാന കാലത്തേക്ക് മഹാന്മാരൊക്കെ എത്തുമ്പോ അവർ ഹദീസ് സബക്ക് നടത്തിയിട്ടുണ്ട്. എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇത് കേട്ടതോടെ എല്ലാവരും തരിച്ചു. പക്ഷേ ഇങ്ങനൊരു തിരിച്ചുവിളി ഈ സമയത്തുണ്ടാകുമെന്ന് ആരും ഓർത്തില്ല. ഊർജ്ജസ്വലതയോടുകൂടെ ഉമ്മത്തിനെ നയിക്കുന്നതിനിടയിലാണ് ആ ഹദീസ് ക്ലാസ് ബഹുമാനപ്പെട്ട ഉസ്താദ് ചോദിച്ചു വാങ്ങുകയായിരുന്നു. രോഗം പിടിപെട്ട് രോഗം മൂർജിക്കുന്നതിന്റെ തലേ ദിവസം മുസ്ലിമിന്റെ ക്ലാസ് എടുക്കുകയാണ്. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. ആ ഹദീസാണ് ഉസ്താദ് അവസാനം കുട്ടികൾക്ക് ഓതിക്കൊടുക്കുന്നത്. എന്താണ് ഹദീസ്? ഇദാ ദഫൻതുമൂനി, എന്നെ നിങ്ങൾ മറവ് ചെയ്താൽ ഫഖീമു ഹൗല ഖബരി ഖദറ മാ തുൻഹറു ജസൂറുൻ വയുഖ്സമ ലഹ്മു എന്ന് പറയുന്ന ഹദീസ്. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നെ മറവ് ചെയ്ത് കഴിഞ്ഞാൽ, എന്നെ മണ്ണിലടക്കം ചെയ്താൽ, എന്റെ ദേഹത്തിനു മീതെ മണ്ണ് വെച്ചാൽ അടയാളത്തിന് കല്ലും വെച്ച് നിങ്ങൾ പെട്ടെന്ന് പോകരുതേ. ഇദാ ദഫൻതുമൂനി ഫഖീമു ഹൗല ഖബരി ഖദറ മാ തുൻഹറു ജസൂർ. ഒരൊട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയമെങ്കിലും എന്റെ ഖബറിന്റെ ചുറ്റും നിങ്ങൾ നിൽക്കണേ. ഹത്താസ്തഅനിസബിക്കും, നിങ്ങളെ കൊണ്ട് ഞാൻ ആനന്ദവും ആശ്വാസവും അനുഭവിക്കും. അതോടൊപ്പം തന്നെ മലക്ക് എന്റെ അടുത്ത് വന്ന് മലക്കുകൾ ചോദ്യം ചെയ്യുമ്പോ അതിന് മറുപടി പറയാൻ എനിക്ക് നിങ്ങൾ തസ്ബീഹ് ചൊല്ലിത്തരണേ എന്ന് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസാണ്. 11ാം ക്ലാസ്സിൽ ദാറുൽ ഹുദയിൽ മഹാനവറുകൾ മുസ്ലിമിൽ അവസാനം ഓതിക്കൊടുക്കുന്ന ഹദീസ്. പിറ്റേ ദിവസം തുഹഫയുടെ ക്ലാസ്സേ നടന്നതുള്ളൂ. ഹദീസിന്റെ ക്ലാസ് നടന്നപ്പോഴത്തേക്ക് മഹാനവറുകൾ രോഗബാധിതനാവുകയാണ്. നോക്കണേ നിങ്ങൾ, നേരത്തെ തന്നെ മരണത്തെ മുന്നിൽ കാണാൻ മഹാനായ ശൈഖുനക്ക് കഴിയുകയാണ്. മാത്രമല്ല 20 കൊല്ലത്തോളം കാലം ബഹുമാനപ്പെട്ട സമസ്തക്ക് സാരാധ്യം വഹിക്കുമ്പോ ഒരു പക്ഷേ ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് സൈനുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമമുണ്ടാക്കിയ ഒറ്റ മസ്അല, ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ കൊടുത്ത ഒരു ഫത്വയിൽ തിരുത്തും ഭേദഗതിയും വരുത്തി വിഘടിത വിഭാഗം ഒരു ത്വലാഖ് പ്രശ്നത്തില് ഇവിടെ ചില ചർച്ചകളും തർക്കങ്ങളും ഉണ്ടാക്കിയതാണ്. എന്നാൽ അവസാനം തുഹഫ ക്ലാസ് കഴിഞ്ഞ് ഉസ്താദ് റൂമിലേക്ക് വരുമ്പോ വിഘടിത വിഭാഗത്തിൽപ്പെട്ട ചില ആളുകള് ഏറ്റവും പ്രധാനപ്പെട്ട ത്വലാഖ് വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കാൻ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ റൂമിലേക്ക് എത്തിച്ചത് ഒരുപക്ഷെ അള്ളാഹുവിന്റെ ഖളാ ആവാം. 20 കൊല്ലം കാത്തിരുന്നാലും ത്വലാഖിന് തീരുമാനമെടുക്കാൻ നിങ്ങൾ എത്ര വിവാദമുണ്ടാക്കിയാലും ശൈഖുന തന്നെ വേണമെന്ന് അവസാന സമയവും ഈ ലോകത്തെ ബോധ്യപ്പെടുത്താൻ അല്ലാഹു തആല ചെയ്ത ഒരു ഖളാ ആയിരിക്കാം അത് എന്ന് അതിനെ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ തോന്നിപ്പോവുകയാണ്. ആലോചിക്കണം, അത് വന്നവര് സമസ്തയുടെ അനുഭാവികളല്ലായിരുന്നു പൂർണ്ണമായും. അവര് വിഘടിത വിഭാഗത്തിന് അനുഭാവമുള്ള ആളുകളായിരുന്നു. അവരവസാനം വന്നത് ഒരു ത്വലാഖ് പ്രശ്നത്തിന്റെ ഫത്വ ചോദിച്ചുകൊണ്ടാണ്. അതിന്റെ അർത്ഥം അവസാന സമയം ത്വലാഖിന് ഫത്വ കൊടുക്കാൻ ഇവിടെ കേരളത്തിൽ ഒരു ആലിമേ ഉള്ളൂ. അത് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദാണെന്ന്
വിഘടിത വിഭാഗത്തെ കൂടി അവസാന നിമിഷം ബോധ്യപ്പെടുത്തിയിട്ട് മഹാനവകൾ ലോകത്തോട് യാത്ര പറയുകയായിരുന്നു. നോക്കണേ നിങ്ങൾ, സൈനുൽ ഉലമയുടെ ജീവിതം പഠിക്കുമ്പോ നമുക്ക് പ്രധാനമായും കാണാൻ കഴിയുന്നത് വിനയത്തിന്റെ, ലാളിത്യത്തിന്റെ മഹത്തായ പാഠങ്ങളാണ്. ഇബാദുർ റഹ്മാൻ, ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ അടിമകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുന്ന ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അല്ലാഹുവിന്റെ ഇബാദ് അടിമകള് ഭൂമിയിൽ വളരെ വിനയാന്വിതരായി സഞ്ചരിക്കുന്നവരാണ്. ഹൗന ഐ ബിസ്സകീനതി വൽ വഖാർ. ഹൗനിന് മുഫസ്സിരിങ്ങൾ നൽകുന്ന വ്യാഖ്യാനം ഒന്ന് സക്കീനത്താണ്, അടക്കമാണ്. എത്ര അടങ്ങി ഒതുങ്ങി ജീവിക്കുമ്പോഴും നടക്കുമ്പോഴും വൽ വഖാർ, ഒരു മുഅ്മിനിന്റെ ആലിമിന്റെ ഗാംഭീര്യം. മഹാനായ സൈനുൽ ഉലമയുടെ ചെറുശ്ശേരി ഉസ്താദിന്റെ നബ്ബറല്ലാഹു മർഖദാ മാനവരുടെ മുഖത്ത് കാണുകയാണ്. അതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. വിനയം അങ്ങനെയാണ്. ഭൂമിയിലുള്ള മുഅ്മിനീങ്ങളായ വലിയ വലിയ ആളുകൾക്കെല്ലാം വളരെ വിനയാന്വിതരായി നടന്നു. ബഹുമാനപ്പെട്ട സാദിഖ് ഉസ്താദ് അനുസ്മരിച്ചതുപോലെ വലിയ പൊട്ടിച്ചിരികൾ കാണൂല, കൂടുതൽ സംസാരമില്ല. എന്നാൽ അടുത്ത് ഇടപഴകിയാൽ കുഞ്ഞു മക്കളെ പോലെ. ദാറുൽ ഹുദയിൽ എന്റെ സ്നേഹിതന്മാർ ഓർമ്മിക്കുകയാണ്, ഉസ്താദ് പലപ്പോഴും വഴിയിൽ നിന്നൊക്കെ പോരുമ്പോ ചിലപ്പോൾ അപരിചിതമായ ഇംഗ്ലീഷ് പദങ്ങൾ കേൾക്കും. എത്ര ഇംഗ്ലീഷ് പദങ്ങൾ കേൾക്കും. ഉസ്താദിനറിയാത്ത പദമാണെങ്കിൽ ക്ലാസ്സിൽ വന്നിട്ട് ഹുദവികളായ ദാറുൽ ഹുദയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിക്കും, അല്ല മക്കളെ, ഞാൻ ഇങ്ങനെ ഒരു വേർഡ്, ഒരു പദം കേട്ടിട്ട് എന്താണ് അതിന്റെ അർത്ഥം? അവിടെ ഉസ്താദിന്റെ ശിഷ്യന്മാർക്കിടയിൽ ഒരു വിദ്യാർത്ഥിയാവാൻ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമക്ക് യാതൊരു ഇല്ല. അദ്ദേഹത്തിന്റെ സഞ്ചാരം നടത്തം നമുക്കറിയാലോ. അദ്ദേഹത്തിന്റെ നടത്തം ആ ഭൂമിയിലൂടെ നടന്നു പോകുമ്പോ പടച്ച റബ്ബിന്റെ മഹാന്മാരായ അടിമകളുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് വലാ തംശി ഫൗഖൽ അർളി ഇല്ലാ തവാലുആ ഫകം തഹ്തഹാ ഖൗമുൻ ഹുമു മിൻക അർഫഊ. ഒരു അറബി കവിതയിൽ കാണാം, ഭൂമിയിലൂടെ നടക്കുമ്പോ നീ വളരെ വിനയത്തോടെ നടക്കണം. കാരണം നീ ചവിട്ടുന്ന ഭൂമിക്കുള്ളില് നിന്നെക്കാൾ വലിയവരായ ഒരുപാട് ഒരുപാട് ആളുകൾ അടക്കം ചെയ്തിട്ടുണ്ട്. മനുഷ്യനങ്ങനെ രണ്ടു ഗർഭത്തിനിടയിലുള്ള ഒരു താൽക്കാലിക പ്രതിഭാസമാണ് നമ്മുടെ ജീവിതം. മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് ഭൂമിയുടെ ഗർഭത്തിലേക്കുള്ള ഒരു യാത്രയുടെ ഇടത്താവളമാണ് നമ്മുടെ ജീവിതം എന്നോർക്കുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നത്തവാലുവ മിൻ ഖിസാലിൽ മുത്തഖീ വബിഹിൽ തഖായിലൽ മആലിഹി യർതഖീ. ഇന്നത്തവാലുവ, വിനയം എന്നുള്ളത് മിൻ ഖിസാലിൽ മുത്തഖീ, മുത്തഖീങ്ങളായ നല്ല മനുഷ്യരുടെ നല്ല ലക്ഷണങ്ങളും അവരുടെ സ്വഭാവങ്ങളുമാ. വബിഹിൽ തഖായിലൽ മആലിഹി യർതഖീ. അതുകൊണ്ട് എല്ലാ മഹാന്മാരും ഔന്നത്യങ്ങളിലേക്ക് ഉയർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ സൈനുൽ ഉലമയുടെ ജീവിതം വേറിട്ട് നിൽക്കുന്നത്. നോക്കൂ നിങ്ങൾ, മഹാനവറുകളുടെ ജീവിതത്തിന്റെ ഓരോ ഏടുകൾ പരിശോധിച്ചാലും വളരെ അത്ഭുതകരമായ ഒരുപാട് അവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയും. ആരെയും ദ്രോഹിച്ചില്ല. ചെമ്മാടി ദീർഘകാലം ദർസ് നടത്തുമ്പോ രാവിലെ ഉച്ചക്ക് കൊണ്ടുവരുന്ന ഭക്ഷണം കൊണ്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോക്കും. പക്ഷേ കൂടെയുള്ള ശിഷ്യന്മാർക്കോ കമ്മിറ്റി ഭാരവാഹികൾക്കോ ചെലവ് കൊടുത്ത വീട്ടുകാർക്കോ സാധന ദർസാണെന്നറിയില്ല. രാത്രി കൊണ്ടുവരുന്ന ഭക്ഷണം അത്താഴത്തിന് മാറ്റിവെക്കും. ഉച്ചക്ക് കൊണ്ടുവരുന്ന ഭക്ഷണം നോമ്പ് തുറക്കാൻ മാറ്റിവെച്ചുകൊണ്ട് ഒരു പടപ്പിനെ അറിയിക്കാതെ മഹാനായ ഉസ്താദ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ദീനിന്റെ ആബിദായ ഇബാദത്തിൽ മുഴുകിക്കഴിഞ്ഞ മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. നോക്കണേ നിങ്ങൾ, നമ്മൾ നോമ്പ് നോക്കുമ്പോഴത്തിന് നാടട്ടാകറിയാതെ ഞാൻ തന്നെ കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് ആ ഡിമാൻഡ് ഈ ഡിമാൻഡ് ഒന്നുമില്ല. അതും തന്നെ ബാപ്പുട്ടിയാജിയുടെ വീട്ടിൽ നിന്ന് ഒറ്റ വീട്ടിൽ നിന്ന് ആ ഭക്ഷണം വരുന്നത്. അതിൽ നിബന്ധനകളില്ല. ഹൃദയം കൊണ്ട് വിളമ്പുന്ന ഭക്ഷണമാണ്, ഹൃദയം കൊണ്ടൊരുക്കുന്ന സദ്യയാണെന്ന് തീർച്ചയായും ഓർമ്മയുണ്ട്. ആ ബന്ധത്തിന് വലിയ ആഴമുണ്ടായിരുന്നു. നമുക്കറിയാം, മഹാനവറുകൾക്ക് വല്ല ആദ്യ ഹൃദ്രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വെല്ലൂരിലേക്ക് പോകുമ്പോ ബഹുമാനപ്പെട്ടവരുടെ സർജറി നടക്കുമ്പോ പ്രിയപ്പെട്ട മരുമകനോടും മക്കളോടും പറഞ്ഞു, ബാപ്പുട്ടി ഹാജിയുടെ അരികത്ത് എനിക്ക് ഖബറിന് സ്ഥലം കിട്ടുമോ എന്നൊന്ന് അന്വേഷിക്കണം. ആരെ പോലെ എന്നറിയുമോ?
ആരെപ്പോലെ എന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രോഗം മൂർച്ഛിച്ച് വിഷമാവസ്ഥയിൽ കിടക്കുമ്പോ ഒരാളെ പറഞ്ഞുവിട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു വിടുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അന്നയുടെ അരികത്തേക്ക് ഉമറിന് അമീറുൽ മുഅ്മിനീൻ അവസാനമായ ഒരു ആഗ്രഹമുണ്ട്. ആയിഷ ബീവി ചോദിച്ചു, എന്താണത്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാ, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്ത് ഒരിത്തിരി ഖബറിന് സ്ഥലം കൊടുക്കുമോ എന്ന് ഉമറുൽ ഫാറൂഖ് അങ്ങയോട് ചോദിക്കുന്നുണ്ട്. സമ്മതം തരുമോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നിറകണ്ണുകളോടെ പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചതാണ് ആ മണ്ണ്, എനിക്ക് അവിടെ കിടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. പക്ഷേ ഉമറുൽ ഫാറൂഖ് ചോദിക്കുമ്പോ എനിക്ക് പറ്റില്ലെന്ന് പറയാൻ കഴിയില്ല, എന്നെ അനുവാദം നൽകുക എന്ന് മഹാനായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ, അതുപോലെ തന്നെയാണ് മഹാനായ ബാപ്പുട്ടി ഹാജിയുടെ ഖബറിനരികത്ത് മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. ആ ബന്ധം ജീവിതത്തിൽ മാത്രമല്ല, മരണാനന്തരം ഖബറിനും അരികത്ത് അവർ സഹവാസം നിലനിന്നു. ആ ഒരു ബന്ധം ഞാൻ പറഞ്ഞത് എത്രയോ കൊല്ലങ്ങൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോറ്റപ്പോ മഹല്ല് നിവാസികളോ ചെലവ് കൊടുക്കുന്ന വീട്ടുകാരോ ഉസ്താദിന് നോമ്പുണ്ടെന്ന കാര്യം. കാസർഗോഡൊക്കെ പ്രസംഗവും പരിപാടിയും കഴിഞ്ഞ് മടങ്ങുമ്പോ 2 മണി 3 മണിയൊക്കെ ആയാലും കറക്റ്റ് 4 മണിക്ക് എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കും. ദലായിലുൽ ഖൈറാത്ത് പോലുള്ള അദ്ദാദ് റാത്തീബ് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ ശൈഖുനയിൽ നിന്നാണ് ഇജാസിയത്ത് വാങ്ങിയത്. ഒരുപാട് ഔറാദുകൾ കൊണ്ടു നടക്കുന്ന മഹാനാണ്. വെള്ളിയാഴ്ച സുബഹക്ക് ജമാഅത്തിന് വന്നാൽ ദുഹാ നിസ്കാരം വരെ ഇഅ്തികാഫിരുന്നു കൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങളിലും അദ്കാറിലും മുഴുകി റബ്ബിലേക്ക് കണ്ണും കാതും കരളും തിരിച്ചു വെച്ച് ഇബാദത്തിൽ മുഴുകിയ മഹാനാ. എത്രത്തോളം അവസാനം പോലും ആ രീതിയിലല്ലേ നമ്മൾ അറിയേണ്ടതുണ്ട്. രോഗം മൂർജിച്ച് ദാറുൽ ഹുദയിൽ നിന്ന് കൊണ്ടോട്ടിയുടെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ, കൊണ്ടോട്ടിയിൽ നിന്ന് ബേബി മെമ്മോറിയലിലേക്ക് കൊണ്ടുപോകുമ്പോ മഹാനായ ഉസ്താദ് അവറുകൾ ഫാത്തിഹ സൂറത്ത് ഇങ്ങനെ ഓതുകയാണ്, തഹ്ലീൽ ഇങ്ങനെ ചൊല്ലുകയാണ്. ഒരു വല്ലാത്ത രംഗമാണ്. ദുന്യവിയായ ചർച്ചയില്ല, ഒരു ആവലാതിയില്ല, ഒരു പരിഭവമില്ല. ഓക്സിജന്റെ അളവ് കുറവാണെന്ന് ഡോക്ടർമാരിങ്ങനെ അല്പ അപകട സൂചന പറയുമ്പോഴും ഉസ്താദ് ഇവിടെ മുഖം ഏറെ സുന്ദരമായി തെളിഞ്ഞിങ്ങനെ വരികയാണ്. ബേബി മെമ്മോറിയലിൽ വെന്റിലേറ്ററിൽ നിന്ന് മുക്തി നേടിയിട്ട് കുറച്ചു ദിവസങ്ങൾ ഇങ്ങനെ ആശുപത്രി ബെഡിലേക്ക് മാറുമ്പോ ബഹുമാനപ്പെട്ട ഉസ്താദുടെ കൈവരൽ ഇങ്ങനെ ചലിക്കുന്നുണ്ട്. ഉസ്താദിന് ഇഷ്ടപ്പെട്ട പല വിഭവങ്ങളും കയ്യിൽ വെച്ചു കൊടുത്തു, ഒന്നും സ്വീകരിച്ചില്ല. അവസാനം കണ്ടുനിന്ന് ആരോ ഒരു തസ്ബീഹ് മാല വെച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട ശൈഖുനയുടെ കയ്യിലേക്ക് ഒരു തസ്ബീഹ് മാല വെച്ചു കൊടുത്തപ്പോ വല്ലാത്തൊരു പുഞ്ചിരിയോടുകൂടെ ആ തസ്ബീഹ് മാല അവസാന നിമിഷം ഇങ്ങനെ മറിച്ചു മഹാനായ ശൈഖുന. അവസാന നിമിഷം വരെയും ദിക്റിലും ദുആയിലും മാത്രം മുഴുകിയ നമ്മുടെ അഭിവന്യ നായകൻ മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് റബ്ബിനെ മാത്രം ഭയന്നുകൊണ്ട് മുന്നോട്ട് പോയി. ആരുടെ മുമ്പിലും തന്റെ തീരുമാനം പറയാൻ ഒരു മടിയുണ്ടായിരുന്നില്ല. അതേത് വലിയവനാണെങ്കിലും ആ വിനയവും ആദരവും നിലനിർത്തിക്കൊണ്ട് പറയും. ചെറിയ കുട്ടികളോട് തിരുത്തിയാലും സ്നേഹപൂർവ്വം തിരുത്താൻ തയ്യാറാകും. ഏറ്റവും അവസാനം ഉണ്ടായൊരു സംഭവമാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ 90-ാം വാർഷികം പ്രഖ്യാപിച്ചു കഴിഞ്ഞു നോക്കുമ്പോൾ ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ചില ആളുകൾക്ക് പല ഉദ്ദേശത്തോടുകൂടെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എടുത്തു വന്നിട്ട് പറഞ്ഞു, ഇനി ഇപ്പൊ തന്നെ ഒരു സമ്മേളനം വേണ്ട എന്നൊരു അഭിപ്രായം. വലിയൊരു സമ്മേളനം വേണ്ട, സമർത്ഥന്ത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, 85-ാം വാർഷികത്തിന്റെ ഓർമ്മ മങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒരു സമ്മേളനം വേണ്ട, ഒരു പ്രതിനിധി സംഘമാക്കിയാലോ എന്ന് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളോട് ചില ആളുകളൊക്കെ ചെന്ന് പറഞ്ഞു. സാദിഖ് ഉസ്താദുണ്ട്, MT ഉസ്താദുണ്ട്, വാപ്പു ഉസ്താദുണ്ട്, അതേപോലെ തന്നെ AP ഉസ്താദുണ്ട്, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദുണ്ട്. ഇങ്ങനെ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദി. ഹൈദരലി ശിഹാബ് തങ്ങൾ ഈ തീരുമാനം ഉസ്താദുമാരറിയിച്ചു. നമുക്ക് 90-ാം വാർഷികം ഒരു പ്രതിനിധി സമ്മേളനമാക്കിയിട്ട് ഒതുക്കിയാലോ എന്ന് ചില ആളുകൾക്ക് അഭിപ്രായമുണ്ട്, എന്താ ചെയ്യണമെന്ന് വെച്ചു. തങ്ങൾ പറഞ്ഞാലേ ആരും ഒന്നും മിണ്ടണില്ല. ചെറുശ്ശേരി ഉസ്താദ് മെല്ലെ ആ തനി സ്വഭാവത്തോടുകൂടെ മെല്ലെ എണീറ്റെന്നിട്ട് പറഞ്ഞു, തങ്ങളാപ്പ 90-ാം വാർഷികം നമ്മൾ മുശാവറ കൂടി തീരുമാനിച്ചതല്ലേ,
90-ാം വാർഷികം ആലപ്പുഴയിൽ നടക്കാന്ന് തങ്ങളാപ്പാന്റെ നാവ് കൊണ്ട് പ്രഖ്യാപിച്ചതുമല്ലേ? മുശാവറ തീരുമാനിച്ച് തങ്ങൾ പറഞ്ഞൊരു കാര്യം പിന്നെ വേണ്ടാന്ന് വെക്കണതിനോട് എനിക്ക് യോജിപ്പില്ല, നിങ്ങൾ ആലോചിച്ചോട്ടെ ചെയ്യാ. തങ്ങളാപ്പ ഉടനെ പറഞ്ഞു അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നിട്ട് ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, എന്റെ അഭിപ്രായം അതുമല്ല, ഇതിന്റെ പ്രഖ്യാപന സമ്മേളനം ഒരു വലിയ സമ്മേളനമാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രൗഢിയോടുകൂടെ മംഗലാപുരം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ചരിത്ര സംഭവമാക്കിയിട്ട് അതിന്റെ പ്രഖ്യാപന സമ്മേളനം നടത്തുമ്പോൾ അതിൽ വിശിഷ്ട അതിഥിയായി സമസ്തയുടെ നയപരിപാടികൾ അക്കമിട്ടുകൊണ്ട് വിശദീകരിച്ച് മഹാനായ ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, അല്ലാഹു മഹാനവരുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. തങ്ങൾ പറഞ്ഞു, കുറച്ച് ആളുകളൊക്കെ എന്നോട് പറഞ്ഞവരുടെ പേര് പറഞ്ഞിട്ട് അവരെയൊക്കെ ഒന്ന് കൺവീൻ ചെയ്യിപ്പിക്കണം, അവരെയൊക്കെ ഒന്ന് പറഞ്ഞ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. ഉസ്താദ്മാർ പറഞ്ഞു ആയിക്കോട്ടെ. നോക്കൂ, നിങ്ങൾ ഒരു 10 ആണ്ട് കാലത്തേക്ക് ഈ ഉമ്മത്തിന് ഒന്ന് മധുരമൂർന്ന ഓർമ്മയായിട്ട് ആലപ്പുഴ സമ്മേളനം നടത്തിയത് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ ആ അവസരോചിതമായ ഇടപെടലിന്റെ ഗുണം കൊണ്ടായിരുന്നു. തെക്കൻ കേരളത്തിൽ സമസ്തയുടെ മൈലേജ് എത്രയാണ് പൊങ്ങിയത്? സമസ്തയുടെ ഗ്രാഫ് എത്രയാണ് ഉയർന്നത്? ക്രൈസ്തവ സഭ ബിഷപ്പ് ഹൗസ് തുറന്നിട്ട് ഈ ഉമ്മത്തിന് ഇബാദത്ത് ചെയ്യാൻ സൗകര്യമൊരുക്കി കൊടുത്തില്ലേ ആലപ്പുഴയിൽ? 7-ലേറെ അമ്പല കമ്മിറ്റികൾ, സേവാ കേന്ദ്രങ്ങൾ തുടങ്ങിക്കൊടുത്തില്ലേ ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട്? ലക്ഷങ്ങൾ ആലപ്പുഴ നഗരത്തെ വീർപ്പുമുട്ടിക്കുമ്പോഴും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ഇത്ര അച്ചടക്കമുള്ള, ഇന്നും ആലപ്പുഴ നഗരത്തിലൂടെ ഒരു വാഹനത്തിന് ഓടാനുള്ള സൗകര്യം വിഖായ വളണ്ടിയേഴ്സ്, തലബ വളണ്ടിയേഴ്സ് ഒരുക്കിയിരിക്കുന്ന കേരള പോലീസിന് സാധിക്കാത്തതാണ് എന്ന് പറഞ്ഞപ്പോ ഈ ഉമ്മത്തിന് വല്ലാത്തൊരു അഭിമാനമുണ്ടാക്കിയില്ലേ? അതൊരു വല്ലാത്ത ഇസ്സത്തായിരുന്നു. ഈ സമ്മേളനം ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ടുണ്ടായതാണ്. ആലിമീങ്ങളെ ഇങ്ങോട്ട് ആദരിക്കുവാനും സയ്യിദന്മാരെ അങ്ങോട്ട് ആദരിക്കാനും അത് സ്വഹാബത്തിന്റെ കാലം മുതൽ തന്നെ പോരാ. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല കാത്തിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ വഹി എഴുതുന്ന, ഖുർആൻ എഴുതുന്ന ആളാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല ഒരിക്കൽ കുതിരപ്പുറത്തേക്ക് കയറുകയാണ്. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ തൊട്ടടുത്തുണ്ട്. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല കുതിരപ്പുറത്തെ ഒരു കാല് വെക്കുന്ന ജീനിയുടെ ആ ചവിട്ടുന്ന ഭാഗമെല്ലാം ഇങ്ങനെ ശരിയാക്കി കൊടുക്കാൻ ചെല്ലുമ്പോ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല പറഞ്ഞു, അഹ്ലുൽ ബൈത്ത് ഞങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കാൻ പാടില്ല, എന്റെ കാലിന്റെ ചവിട്ടടി ശരിയാക്കി തരാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ വരാൻ പാടില്ല. അങ്ങ് സയ്യിദുൽ മുഫസ്സിരീങ്ങളാണ്, സയ്യിദുൽ മുഫസ്സിരീനാണ്, മുഫസ്സിരീങ്ങളുടെ നായകനാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ. അതുകൊണ്ട് പാടില്ല. ഉടനെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞു, എന്നോട് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് പറഞ്ഞ ഹക്കദാ ഉമിർനാ, ആലിമീങ്ങളെ ബഹുമാനിക്കണമെന്ന് മുത്തുനബി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാത്തിബ് റസൂലില്ലാഹ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാറ്റിമായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ആലിമായ സയ്യിദ് ഇബ്നു സാബിത്തിന് ഖിദ്മത്ത് ചെയ്യാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചെന്നപ്പോ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, നല്ല കൈയൊന്നും ഇങ്ങോട്ട് നീട്ടാൻ പറഞ്ഞു. ആരോട്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കൈ നീട്ടി കൊടുത്തു. ഫതഖബ്ബല യദഹു, മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല കൈ ചുംബിച്ചു. എന്നിട്ട് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല പറഞ്ഞു, ഇപ്രകാരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുൽ ബൈത്തിന്റെ കാര്യത്തിൽ അവരെ ആദരിക്കാൻ ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട് എന്ന് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹും പറഞ്ഞു. മനസ്സിലായോ? സയ്യിദന്മാരെ അങ്ങോട്ട് ബഹുമാനിക്കാനും ആലിമീങ്ങളെ ഇങ്ങോട്ട് ആദരിക്കാനും ആ ഒരു പരിഗണനയുടെ കൊള്ളക്കൊടുക്കലുടെ ബന്ധം അത് സന്തുലിതമാക്കി നിലനിർത്താൻ ബഹുമാനപ്പെട്ട ശൈഖുനാ സൈനുൽ ഉലമക്ക് കഴിയുകയുണ്ടായി. നമ്മളറിയാം മഹാനായ സൈനുൽ ഉലമ അതുകൊണ്ട് തന്നെ ലോക പണ്ഡിതന്മാരൊന്നും വേറിട്ട് നിൽക്കുകയാണ്. മഹാനവറുകളുടെ ജീവിതം നമുക്ക് സമർപ്പിച്ചത് ആ വിനയത്തിന്റെ വലിയ പാഠങ്ങളായിട്ട്, ഇൽമിന്റെ വലിയ ബഹറായിട്ട് കഴിയുമ്പോഴും വളരെ ലാളിത്യത്തോടുകൂടെ വിനയത്തോടുകൂടെ നമ്മൾക്കിടയിൽ നിന്നും നിലപാടുകൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബഹുമാനപ്പെട്ട വലിയ വലിയ നേതാക്കളൊക്കെ മാനിച്ചിരുന്നു.
ചെമ്മാട് ഭാഗത്ത് നിന്ന് ഫത്വ ചോദിച്ചുകൊണ്ട് വാഴക്കാടെത്തിയാൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പറയും, ചെമ്മാട്ടുകാർക്കൊന്നും ഇവിടെ ഫത്വല്ല, അവിടെ സൈനുദ്ദീൻ മൂലയരുണ്ട്, അവിടെ പോയി ചോദിക്കാൻ പറയും. ആരാ പറയുന്നത്? കണ്ണിയത്ത് ഉസ്താദ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവറല്ലാഹു മർക്കദയെ എടുത്ത് കോഴിക്കോട്ടേക്ക് ചെമ്മാട് ഭാഗത്ത് കൊണ്ടോട്ടി ഭാഗത്ത് ഫത്വ ചെയ്തെന്ന് ചോദിക്കാൻ ചെന്നാൽ അതിന്റെ അടുത്ത് ചോദിക്കണ്ട, സൈനുദ്ദീൻ മുസ്ലിയാരുടെ അടുത്തേക്ക് പോകാൻ പറയുന്നു. അവർക്കതിന്റെ ഖദർ അറിയാമായിരുന്നു, മാനവയുടെ വലുപ്പം അറിയാമായിരുന്നു. അതും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവാ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ചിന്തിക്കുക, വലിയ മഹാന്മാരാണ്, വലിയ മഹാന്മാരാണ്. ഈ ഇൽമും ദീനും ഇവിടെ നിലനിർത്തിയത് മഹാന്മാരാ. അത്തരം മഹാന്മാരെ അനുസ്മരിക്കുക എന്ന് ഖുർആനിന്റെ അധ്യാപനമാണ്. മഹാന്മാരുടെ സ്മരണ നിലനിർത്തണം, സ്മാരകങ്ങൾ ഉണ്ടാവണം, അത് ചർച്ചകളിലൂടെ സ്ഥാപനങ്ങളിലൂടെ നിലനിൽക്കണം. അതാണല്ലോ സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു തആല വകദാലിക അഅ്സർനാ അലൈഹിം ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വഅന്ന الساعة لا ريب فيها إذ يتنازعون بينكم أمرهم فقالوا ابنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا. സഹാബുൽ കഹ്ഫ് താമസിച്ച ഗുഹാമുഖത്തേക്ക് പിന്മുറക്കാരായ വിശ്വാസികൾ കടന്നു ചെന്നപ്പോ അവർക്കിടയിൽ തർക്കായി. നമ്മൾക്ക് ഹിദായത്തിന്റെ വഴിയൊരുക്കിയ മഹാന്മാരെ അസ്ഹാബുൽ കഹ്ഫിന്റെ ഓർമ്മ ലോകത്ത് നിലനിൽക്കണം. അതിന് ഈ ഗുഹാമുഖത്ത് നമ്മൾ എന്തു ചെയ്യും? അവിടെ ഒരു വീടുണ്ടാക്കാം, ഒരു കെട്ടിടമുണ്ടാക്കാം. അപ്പോഴാണ് അവരുടെ അഭിപ്രായമുള്ള ദുർറഈങ്ങളായ അവിടുത്തെ കാര്യകർത്താക്കന്മാരായ ഒരഭിപ്രായത്തിൽ അവരുടെ രാജാവ് പറഞ്ഞു, ഇവിടെ കേവലം ഒരു വീടല്ല, ഒരു ബിൽഡിംഗ് അല്ല, ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ. അസ്ഹാബുൽ കഹ്ഫിന്റെ നല്ല ഓർമ്മ പിന്മുറക്കാർക്ക് കൊടുക്കാൻ ഇവിടെ നമ്മൾ ഒരു പള്ളി ഉണ്ടാക്കുകയാണ്. എന്താ പള്ളിയുടെ ഗുണം? നഅ്ബുദുല്ലാഹ ഫീഹി വനസ്തബ്ഖാ ആസാറാ അസ്ഹാബിൽ കഹ്ഫി ബിസബബി ദാലികൽ മസ്ജിദ്. മഹാനായ ഇമാം റാസി തങ്ങൾ പറയാ, ഈ പള്ളി കാരണം അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹാവാസികളായ 7 ചെറുപ്പക്കാരുടെ ഓർമ്മ അടുത്ത തലമുറക്ക് കൈമാറാൻ പറ്റും. ഇവിടെ ഇബാദത്ത് ചെയ്യാനുമാകും, അതിന്റെ പുണ്യം അവർക്ക് കിട്ടുമെന്ന്. അഥവാ മഹാന്മാർ വഫാത്തായി കഴിഞ്ഞാൽ അവരുടെ സ്മാരകങ്ങൾ പടുത്തുയർത്തണമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല മറ്റൊരു ഹദീസിലുള്ളത് മറ്റൊരു തഫ്സീറിലുള്ളത് ഇമാം നസഫി പറയുന്നത് യുസല്ലാ ഫീഹിൽ മുസ്ലിമൂന, അവിടെ മുസ്ലിമീങ്ങൾ നിസ്കരിക്കും. വയതബറകൂന ബിമാ ബിമകാനിഹിം വയതബറകൂന ബിമകാനിഹിം, ആ ഗുഹാവാസികളെ സഹവസിച്ച സ്ഥലം, അതുകൊണ്ട് അവർ ബർക്കത്തെടുക്കുകയും ചെയ്യും. മഹാന്മാരോടൊപ്പം ചേർന്നാൽ പുണ്യം കിട്ടൂലേ? തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട മുഗല്ലദായ നജസ് അസ്ഹാബുൽ കഹ്ഫിന്റെ ഒപ്പം ചേർന്നു എന്നുള്ളത് കൊണ്ട് ആ പട്ടിക്ക് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുത്തില്ലേ? വകൂനൂ മഅസ് സാദിഖീൻ, ഇത്തരം സത്യസന്ധരോടൊപ്പം ആവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ സൈനുൽ ഉലമ വഫാത്തായി കഴിയുമ്പോൾ അവരുടെ ഓർമ്മ നമ്മൾ നിലനിർത്തുമ്പോൾ, അതിന് സ്മാരകങ്ങൾ പണിതീർക്കുമ്പോൾ, നഗരികൾ പടുത്തുയർത്തുമ്പോൾ, ദിക്ർ ഹൽക്കകളും ദുആ മജ്ലിസുകളും നാം സംഘടിപ്പിക്കുമ്പോൾ, ഈ ചരിത്രത്തിന്റെ തുടർച്ചയാണ് നമ്മൾ ഇന്നും നിലനിർത്തിപ്പോരുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളും ആരിഫിങ്ങളും തിരിച്ചറിഞ്ഞ പ്രതിഭാസനായ പണ്ഡിതനായിരുന്നു മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. മഹാനവരുടെ ജീവിതം കൂടുതൽ പഠിക്കാനും അത് പകർത്താനും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനും നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മഹാനവറുകളെ കുറിച്ച് കൂടുതൽ വായിക്കാനും പഠിക്കാനും അദ്ദേഹവുമായി സഹവസിച്ച് ജീവിച്ച ആളുകളിൽ നിന്ന് മഹാനവറുകളുടെ ജീവിതം കൂടുതൽ പഠിച്ച് അതുപോലെ അവർ കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന മുത്തഖ്ങ്ങൾ നമ്മയും ബന്ധപ്പെട്ട അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. ഈ സാധുവിന് വേണ്ടി എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ വേണ്ടി ഈ വിനീതന് ദുആ ചെയ്യുമെന്ന് അറിയിച്ച്, ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ ഈ വിനീതനെ തിരുത്തണമെന്നും വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിച്ച് എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.